ഇപ്പോൾ നിതിൻ രാജിന്റെ അച്ഛൻ ശ്രീരാജൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീരാജൻ, ഇപ്പോൾ ഇതാ കോടതി നിങ്ങളുടെ വേദന കണ്ടിരിക്കുന്നു. കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന പരാമർശം അറിയാമല്ലോ. സർക്കാരിനെതിരെ, പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. പോലീസിന് എങ്ങനെ ഈ വീഴ്ച സംഭവിക്കും എന്നാണ് പറയുന്നത്. അറസ്റ്റിന് ഉള്ള കാരണം അറിയിക്കണമെന്ന് ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അറിയില്ലേ എന്ന് കോടതി ചോദിക്കുന്നു. അങ്ങനെ പിഴവ് പറ്റിയ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്ത് ഇരിക്കേണ്ട എന്ന് കൂടി കോടതി പറയുകയാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കേസ് അന്വേഷണം അട്ടിമറിക്കുകയാണെന്ന്. ഞങ്ങൾക്ക് അതിന്റെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കേണ്ട നിലപാടുകൾ എന്താണെന്ന് അവർക്കറിയാം. അതിന്റെ നടപടിക്രമങ്ങൾ അറിയാം. ഒരു അതായത് ഇത്രയും വിവാദമായ ഒരു കേസിലെ ഒരു പ്രതിയെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ BNS അതവർക്കറിയാം. പക്ഷെ അവർ ജഡ്ജിയെ പോലും വിലക്കെടുത്തുകൊണ്ടാണ് ഈ ഈ അനീതി കാണിച്ചിരിക്കുന്നത്. ജഡ്ജിയെ പോലും വിലക്കെടുത്തുകൊണ്ട് എന്തിനാണ് ഈ നാടകങ്ങൾ കാണിച്ചത്? അല്ല, ഞങ്ങളോട് എന്തിനാണ് കോടതി അതിരൂക്ഷമായ വിമർശനം പോലീസിനെതിരെ നടത്തുകയാണ്. അതെ 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 ഞാനൊന്ന് ചോദിക്കട്ടെ. കോടതി ഇടപെട്ട കേസുകളാണ്. അതായത് ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാവരും അവരെ ജാമ്യം തള്ളിയതാണ്, റാമിന്റെ. എന്നിട്ട് എന്താണ് ഇവരിങ്ങനെ കാണിച്ചത്? അതായത് മനഃപൂർവ്വം പ്രതിയെ രക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് ഇതിന്റെ മുന്നിൽ കാണിച്ചത്. ഇതിൽ ഏതെങ്കിലും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ സംശയിക്കുന്നുണ്ടോ? ഈ റാമുമായി ബന്ധമുണ്ട് എന്ന് ഏതെങ്കിലും പോലീസുകാരെ സംശയിക്കുന്നുണ്ടോ? പോലീസുകാരെല്ലാരും ഇതിൽ പ്രതികളാണ്. ഞാൻ നേരിട്ട് പറയേണ്ട കാര്യമില്ല. എല്ലാവരും, അതായത് വെങ്കിടേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹമൊക്കെ ഇതിന്റെ പ്രതിസ്ഥാനത്ത് വരും. കാരണം ഈ പ്രമാദമായ ഈ കേസ് അട്ടിമറിക്കാൻ നോക്കിയതാണ് അവരെല്ലാം. പക്ഷെ അങ്ങനെയല്ല കേസ് കൈകാര്യം ചെയ്യേണ്ട രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിന് ഒരുപാട് പാളിച്ചകളും വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവരിപ്പോഴത്തെ അന്വേഷണ നടപടികളിലേക്ക് കടക്കുകയുമാണ്. അതിൽ പ്രതീക്ഷയുണ്ടോ? ആ അന്വേഷണം തൃപ്തികരമായി പോകണമെന്നാണ് പ്രതീക്ഷ. മുൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം വീട്ടിൽ വന്ന് തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല. അവർ പുതിയ FIR ഇട്ടിട്ടില്ല. മറ്റുള്ള അധ്യാപകരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു, അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയുള്ള ആ അന്വേഷണ സംഘം ഒന്നേന്ന് തെളിവെടുപ്പ് നടത്തി കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതെന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു വേണം അവർ പിന്നെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ പ്രതികളുടെ ന്യായം മാത്രം കേട്ടുകൊണ്ടുള്ള പോകാനുള്ളത്. ശരി. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം, അതായത് ഇപ്പോൾ ഉള്ള അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ല എങ്കിൽ, കോടതി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി തന്നെ മേൽനോട്ടം വഹിക്കുമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ? കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന്? പൂർണ്ണമായും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കോടതിയിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് അറിയാം. അല്ലെങ്കിൽ ഈ കേസ് അട്ടിമറിഞ്ഞ്